നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടണം. ഒരു വലിയ നദി ഒഴുകുകയാണെങ്കിൽ ആ നദിയിൽ ധാരാളം വെള്ളമുണ്ട്. എത്ര ഗ്യാലൻ വെള്ളമുണ്ടെന്ന് അളക്കാൻ കഴിയത്തില്ല, അതുപോലെ വെള്ളമുണ്ട്. പക്ഷേ ആ നദിയിലെ വെള്ളം നമ്മൾ കോരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അളവിലെ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു കപ്പാണ് നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, ബക്കറ്റാണ് കൊണ്ടുപോകുന്നതെങ്കിൽ, ഒരു ട്രങ്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നദി ഒഴുകുമ്പോൾ നമ്മൾ അതിനെ എത്രമാത്രം ഉൾക്കൊള്ളുവാൻ തയ്യാറാകും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നദിയുടെ ഒഴുക്ക് നമ്മളിലേക്ക് എത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആറുണ്ട്, ആറ്റിലൊക്കെ കുളിച്ചിട്ടുണ്ടല്ലേ, തോർത്തൊക്കെ ഉടുത്ത് ചാടുന്ന ഓർമ്മയുണ്ട്. ആ നദിയുടെ അടിയിലൊക്കെ എത്ര നല്ല കല്ലുകളുണ്ട്. ഈ നദിയുടെ, ഈ ആറ്റിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ കല്ല്, തോടിൻ്റെ അടിയിൽ കിടക്കുന്ന ഈ കല്ലെടുത്ത് ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തില്ല. പക്ഷെ ഇതിനെ പറയാനുണ്ട്, എൻ്റെ മുകളിൽ കൂടെ എത്രയോ വെള്ളം ഒഴുകിയിട്ടുണ്ട്, പക്ഷെ എന്നിൽ അതില്ലെന്നേ ഉള്ളൂ. ഇതാണ് പലപ്പോഴും നമ്മുടെ സ്ഥിതി. ആത്മാവിൻ്റെ നദിയും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുമൊക്കെ ധാരാളം നാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം ഇടപെടുവാൻ കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം കർത്താവേ, ഒരു കല്ല് ഉടഞ്ഞു മാറുന്നത് പോലെ എൻ്റെ ഹൃദയം ഒന്ന് ഉടയുവാൻ, എന്നിൽ ഉള്ളിലേക്ക് ആത്മാവ് വരുവാൻ, ആ നദി എന്നിലേക്കൊന്ന് വ്യാപരിക്കുവാൻ ഇന്ന് പകൽക്കാലം ഇടയാകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ എടുത്തിരിക്കുന്ന വചനം, ഡോണ്ട് ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ we are doing something against someone. നമ്മൾ ഒരാൾക്കെതിരെ ചെയ്യുന്നതിന് നമ്മളാണ് അതിൻ്റെ ഓബ്ജക്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിലാണ് എന്ത് റെസ്പോൺസാണ് നമ്മൾ എടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സബ്ജക്റ്റ് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകുമോ? പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകുമോ? ദുഃഖം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. ദുഃഖം എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷനാണ്. ഒരു വ്യക്തിത്വമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വെറുതെ ഒരു ഓബ്ജക്റ്റ് ഇതിരിക്കുന്ന ആളിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദുഃഖിക്കാൻ ഒക്കത്തില്ല. ഈ സ്റ്റാൻഡ് അതൊരു പേഴ്സണാലിറ്റി ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അതിന് ദുഃഖിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ആരാണ്? പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്. തൃത്വം, ട്രിനിറ്റി എന്നുള്ള പദം വേദപുസ്തകത്തിലില്ല, എന്നാൽ ആശയം വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ആ തൃത്വത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു പേഴ്സണാലിറ്റിയാണ്, സാക്ഷാൽ ദൈവമാണ്. ആ ദൈവത്തിനെ ദുഃഖിപ്പിക്കരുത്. എന്തുകൊണ്ട് ദുഃഖിപ്പിക്കരുത്? പരിശുദ്ധാത്മാവിനാലാണ് നാം മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. We are sealed by the Holy Spirit. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ദൈവ പൈതല് രക്ഷിക്കപ്പെടുന്നതിന് കാരണം പരിശുദ്ധാത്മാവാണ്. For the reason of our salvation is the Holy Spirit. ദൈവം, God is the author of salvation. രക്ഷ തുടങ്ങിയത് ദൈവത്തിൽ നിന്നാണ്. രക്ഷ തുടങ്ങിയത് ദൈവത്തിൽ. ദൈവമാണ് രക്ഷയുടെ ആരംഭകൻ.
യേശു ക്രിസ്തുവാണ് രക്ഷ പ്രദാനം ചെയ്യുന്നത്. സപ്ലയർ യേശുവാണ്. സപ്ലയർ രക്ഷ പ്രദാനം ചെയ്യുന്നത്. The Holy Spirit പരിശുദ്ധാത്മാവാണ് അപ്ലയർ. ഈ രക്ഷ നമ്മളിൽ കൊണ്ടുവരുന്നതാരാ? പരിശുദ്ധാത്മാവാണ്. ഇപ്പൊ പിതാവായ ദൈവം രക്ഷ തുടങ്ങി വെച്ചു, പുത്രൻ ക്രൂശിൽ നിവർത്തിച്ചു, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അത് കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തി ആത്മരക്ഷയിലേക്ക് നടത്തുന്നത്. അതുകൊണ്ട് തീർന്നോ, നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് മുദ്രയിടപ്പെട്ടിരിക്കുന്നത്? സീൽഡ്, സ്റ്റാമ്പ്ഡ്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മളെ മുദ്രയിടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്. വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്. അവന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനാൽ നമ്മുടെ രക്ഷയെ നമ്മൾ അവഗണിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനാൽ നമ്മുടെ നിത്യതയുടെ യാത്രയ്ക്ക് നമ്മൾ തടസ്സമുണ്ടാക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുന്നതിനാൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ യാത്രയിൽ നമ്മൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ ഒരു ഗ്രാമത്തിൽ താൻ പാർത്തു. തൻ്റെ വീട്ടിൽ ആടും പക്ഷികളും പട്ടിയൊക്കെ വളർത്തി, പൂച്ചയൊക്കെ ഉണ്ട്. ആ കൃഷിക്കാരൻ താൻ നല്ല പ്രാവിനെ വളർത്തിയിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിലൊക്കെ തത്തയെ വളർത്തിയിരുന്നു. പാരറ്റ്, തത്തയാണെന്നാ പറയുന്നത്, പക്ഷെ ഒന്നും അറിയത്തില്ല. പാരറ്റാണ്, എന്തായാലും പച്ചക്കിളി പോലെ ഇരിക്കുക. പിന്നെ മൈനയെ വളർത്തിയായിരുന്നു. മൈനയല്ല, ശരിക്കും കിറുങ്ങിണത്തിയാണ്. പിന്നെ അണ്ണാനെ പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട്. ഹലോ, ഇതൊക്കെ കാണണമെങ്കിൽ കേരളത്തിൽ പോകണം. ഇപ്പം അവിടെ അതൊന്നുമില്ല. ഇപ്പം എല്ലാം ഷൂട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ വെടിവെക്കുന്ന പരിപാടിയുള്ളൂ. അപ്പൊ ഈ കൃഷിക്കാരനാണെങ്കിൽ ഈ പ്രാവിനെ വളർത്തി വൈകിട്ട് ഇദ്ദേഹം കമ്പോളത്തിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങി തരും. അല്പം മദ്യപാനമൊക്കെ, ആൽക്കഹോളൊക്കെ ഉപയോഗിച്ചിട്ട് വൈകിട്ട് വരും. ഒരു ദിവസം അല്പം മദ്യപിച്ച് ഓവറായിപ്പോയി. ഇപ്പൊ കാലങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, തലയ്ക്ക് നല്ല വെളിവ് കിട്ടുന്നില്ല, തനിക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ട് പോലും നല്ല തിട്ടമില്ല. ഈ പരുവത്തിൽ വന്നപ്പോൾ താൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന, എപ്പോഴും പെറ്റായിട്ടിരുന്ന ഈ പ്രാവ് അത് പറന്ന് വന്ന് ഈ കൃഷിക്കാരൻ്റെ ചുറ്റും ഒന്ന് പറന്ന് അദ്ദേഹത്തിൻ്റെ തോളിലിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കൈവീശി അതിനെ അടിച്ചു. വീണ്ടും പ്രാവ് പറന്നുപോയി ചുറ്റിക്കറങ്ങി വീണ്ടും വലത്തെ തോളിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു ചൂലെടുത്ത് അതിനെ അടിച്ചു. പ്രാവിന് അടികിട്ടി. അടികിട്ടിയ പ്രാവ് വേദന കൊണ്ടൊന്ന് പെടഞ്ഞിട്ട് പറന്ന് ദൂരേക്ക് പോയി. ആ പ്രാവ് പിന്നെ ആ കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് വന്നില്ല. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആവസിക്കുവാൻ ആഗ്രഹിക്കുകയും ആരാധനയ്ക്ക് വരുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ്, ഞാൻ നിന്നോടൊപ്പം യാത്ര ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആഹ്വാനം ചെയ്ത് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് തുള്ളി ചാടിയൊക്കെ പോകും. പക്ഷെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ വി ആർ സ്ലാപ്പിംഗ് ദിസ് ഡോഗ്. ഈ പ്രാവിനെ നമ്മൾ ഉപദ്രവിക്കുന്നുണ്ട്. അത്
വിട്ടുപോയിട്ടും അത് ദുഃഖത്തോടെ നമ്മെ വിട്ടുപോയിട്ട് എത്ര നാളായി. ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിനെ മടങ്ങിക്കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൈയടിച്ച് ബഹളമുണ്ടാക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. അന്യഭാഷ പറഞ്ഞ് തീർക്കുന്നതിൽ ഒതുങ്ങുന്നില്ല. എക്സ്റ്റാറ്റിക് ആയിട്ട് ചില പ്രഹസനങ്ങൾ കാണുന്നതിൽ തീരുന്നില്ല. പെന്തിക്കോസുകാർ തെറ്റിദ്ധരിച്ചു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിരന്തരം നമ്മോടൊപ്പം വസിക്കുന്നതാണ്. പഴയ നിയമത്തിൽ വന്നു പോകുന്ന ഒരു ആത്മാവിനെ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു എന്നിടയ്ക്ക് രേഖപ്പെടുത്തുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വന്നിട്ട് പോകുന്ന ഒരു ആത്മാവല്ല, വന്നിട്ട് വസിക്കുന്ന ഒരു ആത്മാവ്. നമ്മളതിനെ ഇഗ്നർ ചെയ്താണ് പോകുന്നത്. നമ്മൾ പലപ്പോഴും അതിനെ മുറിപ്പെടുത്തിക്കിട്ടാണ് പോകുന്നത്. ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നാവോസ് എന്നൊരു ഗ്രീക്ക് പദം അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? അതിപരിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ the holy presence. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ്സുണ്ട്. അപ്പൊ നമ്മളിൽ ആ ദൈവത്തിന്റെ തേജസ് നിറഞ്ഞു നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. അത് ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നതല്ല. നമ്മൾ ഇന്ന് രാവിലെ ഏത് ആത്മാവിന് അധീനരായിരിക്കുന്നുവെന്ന് സ്വയശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ള സകല മേഖലയിൽ നിന്ന് ഈ പകൽ മടങ്ങി വരുന്ന പകലായി മാറും. തിരിച്ചറിയുന്ന പകലായി മാറും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? പരിശുദ്ധാത്മാവ് ആർക്കാണ് ലഭിക്കുന്നത്? വചനത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? യോഹന്നാൻ 2:27 വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ 7:37 വാക്യത്തിൽ വിശ്വസിക്കുന്നവന്റെ ജോൺ 7:37-39 എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് സൗകര്യപ്പോടെ ഉറച്ചു വായിച്ചോളൂ. അവസാനം മോളാ പിന്നെ ഞാൻ ഓർത്തെ എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 39 വാക്യത്തില് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അപ്പോൾ ആർക്കാണ് ആത്മാവിനെ നൽകുന്നത്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക്. യേശുവിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിനെ നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് 19:1 വരുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾനാടുകളിൽ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവരെ ശിഷ്യന്മാരെ he has met some disciples and asked them, have you received the Holy Spirit? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ
പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ അവിടെയും പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒന്നാമത്തെ അടിസ്ഥാനം വിശ്വാസമാണ്. വിശ്വാസം. വിശ്വസിക്കുന്നവർക്കാണ് ആത്മാവിന്റെ ശക്തി പകരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചത്, നമ്മൾ ചെറിയൊരു കപ്പുമായിട്ടാണ് വരുന്നതെങ്കിൽ ഇത്രയും വെള്ളമേ കിട്ടത്തുള്ളൂ. വലിയ പാത്രവുമായി ചെയ്യുന്നെങ്കിൽ അത്രയും നമുക്ക് കിട്ടും. പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നവരും വിമർശിക്കുന്നവരും അവൻ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. കാരണം they are mocking people. അവർ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുക? ആമേൻ, അവഹേളിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുവാനായിട്ട് കഴിയണം. പണ്ടുള്ള നാളുകളിലൊക്കെ കാത്തിരിക്കുകയോഗം നടക്കുമ്പോഴും പ്രാർത്ഥനകൾ നടക്കുമ്പോഴും ഒക്കെ ആളുകൾ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കും. ഈ കാത്തിരിപ്പ് യോഗമെന്ന് ഞാൻ ഈ പോസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി തോന്നി. ഇങ്ങനൊരു പദം കേട്ടിട്ട് എത്രയോ വർഷമായെന്നറിയാമോ? എല്ലാ ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ സഭകളിൽ ഈ കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. എന്തിനാണ്? ശുദ്ധീകരണം പ്രാപിക്കാനും അഭിഷേകം പ്രാപിക്കാനും. ഇത് 3 മാസം സഭയോഗത്തിന് വന്നില്ലെങ്കിലും നാലാമത്തെ മാസം വന്ന് കർത്തൃമേശ എടുത്തുകൊണ്ട് പോകുന്ന പാർട്ടികളാണ്. ഒരു ശുദ്ധീകരണമൊന്നുമില്ല. ഈ സഭയിൽ പണ്ടുള്ള കാലത്ത് ഒരാൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ എല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം അന്ന് തന്നെ ഭാഷ പറയും, അന്ന് അഭിഷേകം പ്രാപിക്കും. അതായത് പെന്തക്കോസ്ത്. ഇന്ന് ആരാണ് എന്തെങ്കിലും ഒരു അന്യഭാഷയോ ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ എല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കും. അതെന്തോടാ, ഇവനെന്തോ പറ്റി? പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്ന ആളുകൾ, ഹൃദയത്തിൽ നിന്ദിക്കുന്ന ആളുകൾ. ദാവീദ് തുള്ളിച്ചാടി ആരാധിച്ചപ്പോൾ മീകൾ ഹൃദയത്തിൽ നിന്ദിച്ചു. അതവളുടെ വാഗ്ദത്തത്തിന് തടസ്സമായെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ആരാധനയിൽ നിന്നയോടെ നിൽക്കരുത്, പരിഹാസത്തോടെ നിൽക്കരുത്, നമ്മെ വിമർശിച്ചുകൊണ്ട് നിൽക്കരുത്. അത് വിശ്വസിക്കണം. എന്റെ മേൽ ഒരു അഭിഷേകം പകരണമാണ്. ഇവിടെ ഒരു അമ്മാമ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ആരാധനത്തിൽ അമ്മാമയാണോ ചേച്ചിയാണോ സിസ്റ്ററാണോ ആൻറ്റിയാണോ എനിക്കറിയത്തില്ല. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, മകനപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പിതാവ് എത്ര അധികം തരും. അത് സത്യത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടെ അത് നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിലേക്കാണ് ആ ചിന്ത കൊണ്ടുപോകുന്നത്. പക്ഷെ ലൂക്കോസ് സുവിശേഷത്തിൽ വരുമ്പോൾ ആ പദം പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ അവൻ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. ചോദിക്ക ഇന്ന് പകൽ നീ ചോദിച്ചാൽ തരാമെന്ന, നീ വാതുറന്നാൽ തരാമെന്ന, നീ ആഗ്രഹിച്ചാൽ തരാമെന്ന ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ തരുന്ന ഒരു കർത്താവ്. അവിടെ കുറവില്ല, ആരോടും പരിമിതിയില്ല. ചോദിക്കുന്നവർക്ക് അധികം കൊടുക്കും.
ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അവിടുത്തെ ശക്തി വേണം. അതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. Praise the Lord. Praise the Lord. രണ്ടാമത്തെ കാര്യം, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കാൻ നമുക്കൊരു ദാഹവും വിശപ്പും ഉണ്ടാകണം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ദാഹവും വിശപ്പും ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം ആരോഗ്യമുണ്ടെന്നാണ്. ആരോഗ്യമുണ്ടെന്നാണ്. ചില ആളുകൾക്ക് കൂടെ കൂടെ വിശക്കും, നല്ല ആരോഗ്യമാണ്. കട്ടിലെ കിടക്കുന്ന ഒരാള് മരിക്കാൻ കിടക്കുക, ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവരട്ടെ, കബാബ്, പിന്നെ KFC ഒക്കെ, ജ്യൂസോ ഷേക്കോ, അതായത് തല ഷേക്ക് ചെയ്യും, പക്ഷെ കുടിക്കത്തില്ല. എന്താ കാര്യം? എല്ലാത്തിനോടും വെറുപ്പായി. പിന്നെ ഇച്ചിരി വെള്ളം, ഒരു കസ്തൂരി ഗുളിക, പിന്നെ ചെറിയൊരു കപ്പിനകത്ത്. കസ്തൂരികൾ കണ്ടിട്ടുണ്ടോ? ഹലോ, നിങ്ങൾ കണ്ടിട്ടില്ല? നാട്ടിൽ ചെല്ലുമ്പോൾ ആയുർവേദ കടയിൽ ചെന്നിട്ട് കസ്തൂരി ഗുളിക ചോദിക്കാം. അത് വെള്ളത്തിനകത്ത് ഇട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കറക്കി അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് ഒരു തുള്ളി അപ്പച്ചൻ്റെ വായിലോട്ട് ചരിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പച്ചൻ നാക്കൊന്ന് നീട്ടും. കഫമൊന്നും ഉണ്ടാകാതിരിക്കാനായി ഈ കസ്തൂരി ഗുളിക. ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോൾ ഇത് ചെയ്താൽ മതി. പറഞ്ഞാൽ ഹലോ, ചില വിശ്വാസികൾക്ക് ഇപ്പം കസ്തൂരി ഗുളിക വെള്ളത്തെ കലക്കി കൊടുക്കേണ്ട പരുവത്തില്ല. എന്ത് ചെയ്തു? വിശപ്പുമില്ല, ദാഹമില്ല, മരണത്തിന്റെ വക്കില. ദാവീദ് പറയുന്നു, മരണവാതിലുകളോട് ഞാൻ അടുത്തു, സകല ഭക്ഷണത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. മരണവാതിലിനോട് എടുക്കുമ്പോൾ വെറുപ്പ് തോന്നും. ആത്മീയ ജീവിതത്തിന്റെ മരണത്തിന്റെ അടുക്കലാണ് നമ്മളതിന് തെളിവെന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയോട് വെറുപ്പ്, ആരാധനയോട് വെറുപ്പ്, കൈയടിക്കാൻ വെറുപ്പ്, ലോകത്തിന് പോകാൻ വെറുപ്പ്, വചനത്തിന് വായിക്കാൻ വെറുപ്പ്. ഹല്ലേലൂയ. ഈ രവി സക്രിയയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നല്ല ഒരു അപ്പോളജറ്റിക്സ്, നമ്മുടെ ഇന്ത്യൻ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സമയം കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധത്തിൽ ജയിച്ചാൽ മറ്റെല്ലാ യുദ്ധങ്ങളെയും ജയിക്കാൻ കഴിയും. മനസ്സിലായില്ല? പ്രാർത്ഥിക്കാൻ, അങ്ങോട്ട് ഇരിക്കാൻ കഴിയുന്നില്ല, ഒരു യുദ്ധമാണ്. ബൈബിള് വായിക്കാൻ പറ്റുന്നില്ല, ഒരു യുദ്ധമാണ്. യോഗത്തിന് പോകണോ തീരുമാനിക്കും, പക്ഷെ എന്തെങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും, യുദ്ധമാണ്. ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കണമെന്ന് തീരുമാനിക്കും, പക്ഷെ എന്തെങ്കിലും കശവിശാന്തരം ഉണ്ടായി അങ്ങനെ പാത്രമൊക്കെ തറയിലൊക്കെ വീഴും. പിന്നെ നീ പോയി പ്രാർത്ഥിച്ചോ, ഞാൻ പോയി പ്രാർത്ഥിച്ചു. യുദ്ധമാണ്. ശരിയോ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ആ പ്രാർത്ഥനയുടെ, ദൈവത്തിന് കൊടുക്കേണ്ട ആ സമയത്തിന്റെ ആ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ മറ്റെല്ലാ യുദ്ധങ്ങളെയും ജയിക്കാം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ആരാധനയോട് വെറുപ്പ്, പ്രാർത്ഥനയോട് വെറുപ്പ്, ഉപവസിക്കാൻ വെറുപ്പ്, അതിനൊന്നും താല്പര്യമില്ല. ഇത് മരണത്തിന്റെ വാതിലിനോട് അടുക്കുക. എന്നാൽ ഇന്ന് രാവിലെ കർത്താവേ, എനിക്കൊരു ആത്മീയ വിശപ്പ് തരണമേ, എനിക്കൊരു ആത്മീയ ദാഹം തരണമേ. യേശുവിന്റെ നാമത്തില് ഒരു പുതിയ അഭിഷേകത്തിന്റെ നദി ഇതിനകത്ത് ഇന്ന് പകൽ ഒഴുകാൻ പോകുകയാണ്.
കൂട്ടായ്മ നടക്കാൻ ഒരു യുദ്ധമുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന യുദ്ധമുണ്ട്. ചില ആത്മീയ ആരാധന നടക്കാൻ ചില തടസ്സമുണ്ട്. പക്ഷെ അതിനെ ജയിച്ചാൽ വലിയൊരു വിടുതലായിരിക്കും. ഇന്ന് വലിയൊരു വിടുതൽ ദൈവം പകരും. വലിയൊരു തേജസ്സിലൂടെ പകരും. ജീവൻ നഷ്ടപ്പെടുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ശത്രു കിട്ടിയതിനെ കെട്ടികളെ ഇന്ന് ദൈവാത്മാവ് പൊട്ടിക്കും. ആത്മീയ ജീവിതത്തിന്റെ അപ്പറ്റൈറ്റ് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായി? Do you have an appetite for the Holy Spirit, for the spiritual life? ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വാഞ്ചയുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായി. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെല്ലാം റീപ്ലേസ് ചെയ്തു. നമുക്ക് മൊബൈലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ അതെല്ലാം റീപ്ലേസ് ചെയ്ത് അതിനെല്ലാം ടേക്ക് ഓവർ ചെയ്തിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മകനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു മൊബൈൽ ഫാസ്റ്റിംഗ് കൂടെ വേണം. ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിൽ ശരിയാ. ചില ദിവസം ഇതൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊന്നും നമ്മളെ കീഴ്പ്പെടുത്തരുത്. Take a deliberate action to switch off and throw it away. For 1 hour, 2 hours, 1 day. അതൊന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു അപ്പറ്റൈറ്റ് വർദ്ധിപ്പിക്കുക. ഒരു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് അതിനാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം വിശ്വാസമാണ്. രണ്ടാമത്തെ കാര്യം നമുക്കൊരു ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആണ്. മൂന്നാമത്തെ കാര്യം പ്രോപ്പർ അസോസിയേഷനാണ്. പിന്മാറ്റക്കാരന്റെ കൂടെ നമ്മൾ കൂടിയാൽ നമ്മൾ പിന്മാറ്റത്തിന് പോകും. പത്രോസ് പോയതിന്റെ കാര്യം ദിദിമോസ് എന്ന തോമസ് എന്ത് ചെയ്തു? പറഞ്ഞു ഞങ്ങള് മീൻ പിടിക്കാൻ പോവുക. പത്രോസ് കൂടെ പോയി. അപ്പൊ നമ്മൾ വിമർശിക്കുന്നവരുടെ കൂടെ കൂടിയാൽ നമ്മൾ ഒരു വിമർശകനായി മാറും. നമ്മൾ ചോദ്യം ചെയ്യുന്നവരുടെ കൂടെ കൂടിയാൽ നമ്മളും ഇങ്ങനൊരു അവൻ ചോദ്യം ചെയ്യുന്നവനായി മാറും. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ദാവീദ് ഒളിച്ചു പാർത്തപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവരാവിത് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവനെ യുദ്ധത്തിൽ തുണ ചെയ്തു. വാക്യം അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥന്മാരുമായിരുന്നു. നമുക്കറിയാം ദാവീദ് സിക്ലാഗിൽ വെച്ച് ഏറ്റവും ദുഃഖിച്ച് കരഞ്ഞ സമയമുണ്ട്. ദാവീദിന്റെ കൂടെ വന്നവരൊക്കെ ആരായിരുന്നു? കുരുടന്മാർ, മുടന്തന്മാർ, ദരിദ്രന്മാർ, കടമുള്ളവർ, ഞെരുക്കമുള്ളവര്. വലിയ ടോപ്പ് പാർട്ടികളൊന്നും അല്ല വന്നേ. എല്ലാം നമ്മുടെ ഭാഷ പറഞ്ഞാൽ മാർജിനൈസ്ഡ് അവരാ വന്നേ. പക്ഷെ ഇവര് വന്നിട്ട് ആരായി മാറി? അവർ ആരായി മാറി? സമർത്ഥന്മാരായി മാറി. എങ്ങനെ അവർ സമർത്ഥന്മാരായി? അവർ വില്ലാളികളായി. വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുന്നവർ. ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് വളരെ
ലോകം മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം അതിനെതിരെ വന്നാലും ദാവീദിന്റെ അതെന്താ പറയുക കവണ പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നേ, കൊക്കിനെ പിടിക്കാൻ പോകാനും കെട്ടിനെ. ഈ കവണ വെച്ചിട്ട് കല്ലെറിയുന്നത് അതിനൊരു ഡേവിഡ് സ്ലിംഗ് എന്നാണ് ഇപ്പം പലതിന് പേരിട്ടേക്കുന്നേ. അപ്പൊ ഈ ദാവീദാണ് കല്ലെറിയാൻ വിദഗ്ധൻ. കല്ലെറിയാൻ വിദഗ്ധൻ. 5 കല്ലെടുത്തു, എന്ത് ചെയ്യുന്നില്ല, ഒന്നേ ഉപയോഗിക്കേണ്ടി വന്നു. അത്ര മിടുക്കനാണ് ആര്? ദാവീദിന്റെ അടുക്കൽ വന്ന പാർട്ടികളെല്ലാം ബലഹീനരും അശക്തരുമായി മാറിയപ്പോൾ ദാവീദിന്റെ കൂടെ വന്നവർ ഇവരാരായി മാറി? സമർത്ഥന്മാരായി മാറി. അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ലെറിയാൻ വില്ലാളികളായി മാറി. ഇവരങ്ങനല്ലായിരുന്നു. പക്ഷെ അവർ കൂടെ കൂട്ടിയത്, അവർ ചേർന്ന് വന്നത് കല്ലെറിയാൻ അഭിഷേകമുള്ളവരെടുക്കാൻ. മനസ്സിലാക്കുന്നുണ്ടോ? ആരാധനയ്ക്ക് വന്നിട്ട് പിന്നാറ്റക്കാരൻ ഇരിക്കുന്നിടത്ത് നീ പോയി ഇരിക്കരുത്. ബാക്ക് ബെഞ്ചേഴ്സ് ആകരുത്. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നവരുടെ കൂടെ ഇരുന്ന് നോക്കിക്കേ. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരുടെ കൂടെ ഇരുന്ന് നോക്കിക്കേ. വചനം വായിക്കാനും പഠിക്കാനും താല്പര്യമുള്ളവരുടെ കൂടെ ഇരുന്നേ. അവിടെ നിന്റെ മേലൊരു അഭിഷേകം ഇന്ന് നമ്മൾ സഭയിൽ വരുമ്പോൾ ആരാണ് നെഗറ്റീവ് ഫാക്ടർ? അവരെയാണ് നമ്മൾ കൂട്ടുപിടിക്കാൻ നോക്കുന്നത്. തിരുത്തൽവാദി, വിമതൻ. കേരളത്തിൽ ഇപ്പൊ എല്ലാവരും വിമതന്മാരുണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ വിമതന്മാരും ഒക്കെ ഇങ്ങോട്ട് എവിടെ ഉണ്ടോ അങ്ങോട്ടൊരു ചായ്മാനം യേശുവിന്റെ നാമത്തിൽ അതിനെ ശ്വാസിച്ചിട്ട് അഭിഷേകത്തോട് നീ ഒന്ന് ചായ്മാനം, ആരാധനയോടൊരു ചായ്മാനം. സദൃശത്തിൽ പറയുന്നു, നിന്റെ സ്നേഹിതനെ കണ്ടാൽ മതി നീ ആരാണെന്നറിയാം, നിന്റെ മേലുള്ള അഭിഷേകം എന്താണെന്ന് അറിയാം. കുഞ്ഞുങ്ങൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വിശ്വാസിയെ തിരഞ്ഞെടുക്കണം, പ്രാർത്ഥിക്കുന്നവരെ തിരഞ്ഞെടുക്കണം, ദൈവവചനം കേൾക്കുന്നവരെ തിരഞ്ഞെടുക്കണം, ആരാധനയ്ക്ക് പോകുന്നവരെ തിരഞ്ഞെടുക്കണം, ജീവിതത്തിൽ ഡിസിപ്ലിനും വാല്യൂ സൂക്ഷിക്കുന്നവരെ തിരഞ്ഞെടുക്കണം. നമ്മുടെ പ്രോപ്പർ അസോസിയേഷൻ ആണ് നമ്മളെ ആത്മീയ അനുഭവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഡീവിയേഷൻ ഇന്ന് രാവിലെ എടുക്കണം. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. കാരണം നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുന്നത് ശരിയായിട്ടില്ല. കാരണം നിന്റെ ദർശനമല്ല എനിക്കുള്ളത്. നീ കാണുന്നത് പച്ചപ്പുല്ലും ആട്ടിൻകുട്ടിയും ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റാണ്. പക്ഷെ ഞാൻ കാണുന്നത് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശം. മനസ്സിലാക്കുന്നുണ്ടോ? വാഗ്ദത്തമുള്ളവന് ഇവനുമായിട്ട് അലയൻസിനൊക്കത്തില്ല. കാരണം ഇത് കണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഒരു കാണാത്ത ദേശമുണ്ട്, അത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെല്ലാം പെന്തക്കോസ്തിൽ വന്നെങ്കിലും, ധ്യാനപ്പെട്ട് സഭയിൽ വന്നെങ്കിലും, പലപ്പോഴും ഈ ലോകത്തിൻ്റെ ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോവുകയാണ്. ഉണങ്ങിപ്പോകുന്ന പുല്ലിനും നാമെ മാറിപ്പോകുന്ന കസേരയ്ക്കും നഷ്ടപ്പെടുന്ന ആത്മീയ ഭൗതിക നന്മയ്ക്കുമൊക്കെ നമ്മളങ്ങനെ വട്ടം കറങ്ങുകയാണ്. പക്ഷെ അവിടെ നിന്ന് അതിനോടെല്ലാം വിട പറഞ്ഞിട്ട് വാഗ്ദത്തത്തിലേക്ക് നടക്കാൻ, ആത്മീയ വിഷയത്തിലേക്ക് നടക്കാൻ, ആത്മീയ തേജസ്സിലേക്ക് നടക്കാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. ദൈവികമല്ലാത്ത ഗ്രൂപ്പ് എനിക്ക് വേണ്ട, ദൈവികമല്ലാത്ത യാത്രകൾ എനിക്ക് വേണ്ട, ദൈവികമല്ലാത്ത പങ്കാളിത്തം വേണ്ട.
ദൈവമില്ലാത്ത കോൺവെർസേഷൻ വേണ്ട. ദൈവികമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ഞാൻ പെടുത്തില്ല. എൻ്റെ വാഗ്ദത്തത്തിന് തടസ്സം എൻ്റെതായ അവൻ ലോത്തുമായുള്ള കൂട്ടുകെട്ടാണെങ്കിൽ ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിൽ നിന്ന് മാറി യാത്ര ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ആരുടെയും ദുരാലോചന വേണ്ട, ആരുടെയും കൂട്ടുകെട്ട് വേണ്ട. സഭയ്ക്കകത്ത് ഗ്രൂപ്പിനല്ല ഞാൻ വരുന്നത്, സഭയ്ക്കകത്ത് ഭിന്നതയ്ക്കല്ല ഞാൻ വരുന്നത്, സഭയ്ക്കകത്ത് അവൻ വിമർശനത്തിനല്ല ഞാൻ വരുന്നത്. എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, എനിക്കൊരു വാഗ്ദത്തമുണ്ട്. അതാണ് എനിക്ക് ഇന്ന് രാവിലെ ആവശ്യം. യേശുവിന്റെ നാമത്തില് ദൈവഹിതമല്ലാത്ത ഫോൺ കോള്, ദൈവഹിതമല്ലാത്ത കൂട്ടു, ദൈവഹിതമല്ലാത്ത ഒത്തുകൂടലുമൊക്കെ നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമാണെന്ന് ഇന്ന് രാവിലെ തിരിച്ചറിഞ്ഞിട്ട് ഈ അഭിഷേകമുള്ളവരോട് ചേർന്ന് ആത്മഭാരമുള്ളവരോട് ആത്മഭാരമുള്ളവരുടെ കൂടെ നിൽക്കുക, പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിൽക്കുക, ആരാധിക്കുന്നവരുടെ കൂടെ നിൽക്കുക. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും, നിന്റെ സാഹചര്യം ദൈവം മാറ്റും. നീ കുരുടനാണ്, ബലഹീനനാണ്, മുടന്തനാണ്, ദരിദ്രനാണ്, ഗതിയില്ലാത്തവനാണ്. പക്ഷേ ദാവീദിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പില്ലാളികളായി ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും കല്ലെറിയുവാൻ നിപുണന്മാരായി മാറിയത് ദാവീദിനോടുള്ള അസോസിയേഷൻ ആണെങ്കിൽ, അഭിഷേകമുള്ളവന്റെ കൂടെ നിന്നാൽ നിന്റെ മേലും ഒരു അഭിഷേകം പകരാം. ആത്മശക്തിയുള്ളവന്റെ കൂടെ നിന്നാൽ നിന്റെ മേലും ഒരു ആത്മശക്തി പകരാം. കൃപയുള്ളവന്റെ കൂടെ നിന്നാൽ നിനക്ക് ഒരു കൃപയുണ്ടാകാം. കരുണയോടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിന്നാൽ നിനക്ക് ഒരു വിടുതലുണ്ടാകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പ്രോപ്പർ അസോസിയേഷൻ നമുക്കുണ്ടാകണം. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്യുന്നു, നമ്മളെ ബോധപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നമുക്ക് ചില ബോധങ്ങൾ ഉണ്ടാക്കുന്നു. ബോധങ്ങൾ, പാപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നു. ഒരിക്കലും ആത്മീയ ശുശ്രൂഷയിൽ ഒരു സഹോദരി അമ്മയെ തുള്ളിച്ചാടി ആരാധിച്ചിട്ട് നിലത്ത് കിടന്നു ഉരുളുകയാണ്. യോഗം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് ചോദിച്ചു, എന്നാ സഹോദരി സംഭവിച്ചത്, എന്താ പറ്റി ഇങ്ങനെ നിലത്ത് കിടന്നു ഉരുളാൻ്റെ അറിയുന്നതായിരുന്നു? പരിജ്ഞാനം വേണ്ടേ? അവർ പറഞ്ഞു, ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു അത്യന്ത ശക്തി പോലെ വെളിച്ചം പോലെ എന്നിലേക്ക് ആവരിച്ച് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ തറയിലേക്ക് വീണു. ഞാൻ കരഞ്ഞതിൻ്റെ കാരണം ചെറുപ്പം മുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ടി വിയിൽ കാണുന്നത് പോലെ ഞാനിങ്ങനെ കാണുക. അതെല്ലാം കണ്ടിട്ട് എനിക്ക് പാപബോധമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ദുഃഖിച്ച് കരയുക. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വന്നു എന്ന് നമ്മൾ അറിയുന്നത് കീബോർഡിൻ്റെ ടെമ്പോ കൂട്ടുമ്പോഴും, മൈക്കിൻ്റെ ശബ്ദം കൂടുമ്പോഴും, കൈയിടിയുടെ ബഹളം ഉണ്ടാകുമ്പോഴും, ചാട്ടം ഡെസിമല് എത്ര മേളിലോട്ടാണ് സെന്റിമീറ്ററിന് കൂട്ടിയൊക്കെ അല്ലേ ഇന്നത്തെ ഉണർവിനെ നാം അളക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉണർവിനെ അളക്കുന്നത്. പക്ഷെ അതല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ബോധം വരുത്തും, നമ്മുടെ പാപത്തെക്കുറിച്ചൊരു ബോധം വരുത്തും, നമ്മുടെ ലംഘനങ്ങളെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. തന്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവന് ശുഭം ലഭിക്കുകയും ഏറ്റുപറയുന്നവനോ കരുണ ലഭിക്കും. Every sinner has a future and every saint has a past. എല്ലാ പാപിക്കും ഒരു ഭാവിയുണ്ട്, എല്ലാ വിശുദ്ധനും ഒരു ഭൂതകാലമുണ്ട്. എന്നോട് പറഞ്ഞാൽ ഓരോ വിശുദ്ധനും നേരത്തെ ആരായിരുന്നു? ഒരു പാപിയായിരുന്നു. ഇനി എല്ലാ പാപികളും നാളെ എന്തായി മാറും? ഒരു വിശുദ്ധനായി മാറും. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ
നമ്മളതിനെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയണം. ചില പാപങ്ങളെ നമുക്ക് തന്നെ ജയിക്കാൻ കഴിയത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ അതിനെ ജയിക്കാനുള്ള അഭിഷേകം തരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ അതിന്മേൽ ജയം തരും. ചില ആളുകൾ ഗ്രേസ് തിയോളജി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ഗ്രേസ് തിയോളജി എന്താ അവർ പഠിപ്പിക്കുന്നത്? അധികം പാപം ചെയ്താൽ അധികം കൃപ ലഭിക്കുന്നു. അല്ല, കൃപയും ഗ്രേസും മേഴ്സിയും രണ്ടാണ്. എന്ന് പറഞ്ഞ മനസ്സിലായോ? അവൻ കൃപയും കരുണയും ആകാം രണ്ടാണ്. കരുണയാണ് പാപം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത്. ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കുക. എന്നാൽ എന്തിനാ കൃപ ലഭിക്കുന്നത്? ഇനി ആ പാപം ചെയ്യാതിരിക്കാനാ. സ്തോത്രം. അപ്പൊ ഇന്ന് രാവിലെ നമുക്ക് രണ്ട് തരത്തിൽ ഒരു വിടുതലുണ്ടാകണം. ഒന്ന്, എൻ്റെ പാപങ്ങളെ കഴുകപ്പെടണം, അതിനൊരു കരുണ ലഭിക്കണം. അവൻ മറ്റൊന്ന്, ഇനി അതിനകത്ത് തുടരാതിരിക്കാൻ എനിക്കൊരു കൃപ ലഭിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാവിലെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിറഞ്ഞ് കൈയടിച്ച് അന്യഭാഷയിൽ ചിലരൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ ഇന്നലകളിലെ ജീവിതത്തിൽ ജയിക്കാൻ കഴിയാത്ത ചില മേഖലകളെ ഇന്ന് പകൽക്കാലം ജയിക്കാൻ ആത്മാവ് ശക്തീകരിക്കാൻ പോകുകയാണ്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നു. ആത്മാവ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു, സഹായിക്കുന്നു. അധ്യായത്തിൽ വരുമ്പോൾ ആത്മാവ് താനും ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. എന്താ? ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ പ്രാർത്ഥനകൾ ബുദ്ധി കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇന്നലത്തെ വിഷയങ്ങളെ ഓർത്ത്, ഇന്നലകളിൽ സംഭവിച്ചതിനെ ഓർത്ത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പോഴത്തെ നേരിടുന്ന സാഹചര്യങ്ങളെ നോക്കി കർത്താവേ ഇതിനകത്ത് ജയം തരണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ ആത്മാവിൽ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് താനെ അറിയുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നാളേക്കായി പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാളെ വരാൻ പോകുന്നത് ഇന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അറിയുന്നു. കർത്താവേ, ആക്സിഡന്റിൽ നിന്ന് എന്നെ വിടുവിച്ചതിനാൽ സ്തോത്രമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. സംഭവിച്ചു കഴിഞ്ഞെങ്കിലേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആത്മാവ് നമ്മളെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ, ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നാം ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. നാം അത് അറിയുന്നില്ല. പക്ഷേ അതൊരു പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ നമുക്ക് നേരെ തൊടുത്തുവിടാനുള്ള വിശ്വാസിന്റെ പദ്ധതികളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് ആമേ അദൃശ്യ മണ്ഡലത്തിൽ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാവ് താൻ പക്ഷപാതം ചെയ്യുകയാണ്. ആമേ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? പോരാടി പ്രാർത്ഥിക്കുകയാണ്. ഈ കാണാത്ത വിഷയങ്ങളെ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുക. അതിനാ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നത്. ഇത് പകൽ യേശുവിന്റെ നാമത്തിൽ ബുദ്ധി കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ചില സമയങ്ങളിൽ ബുദ്ധി പോരാ, ചില സമയങ്ങളിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം. ചില സമയങ്ങളിൽ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കണം, ബുദ്ധി കൊണ്ട് ചില സമയങ്ങളിൽ പ്രാർത്ഥിക്കണം. സഭായോഗത്തിൽ വരുമ്പോൾ ബുദ്ധി കൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കാൻ കഴിയും. ഈ പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറയാം. ആ സഭായോഗത്തിന് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ചിലർക്ക് അറിയത്തില്ല. ചിലരെന്ന അമസ്വത്രാന്ന് ഉത്തര കൊറിയ മുതൽ പാകിസ്ഥാൻ വഴി, അഫ്ഗാനിസ്ഥാൻ വഴി കയറി ഇറങ്ങി അങ്ങ് കേരളത്തിൽ കന്യാകുമാരി എല്ലാം പോയിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ ആശ്വാസം പറയാനുള്ള സമയമാകും. അത് പരിജ്ഞാനമില്ലാത്ത പ്രാർത്ഥനയാണ്. അവിടെ ബുദ്ധിയോടുള്ള പ്രാർത്ഥനയുണ്ട്. എന്ത്? കർത്താവേ, ഇന്നത്തെ സഭായോഗത്തെ ദൈവദാസനെ ഉപയോഗിക്കണേ. വചനത്തിൽ വെളിപ്പെടുന്ന രോഗികൾ സൗഖ്യമാകണം. ധ്യാന ശുശ്രൂഷകൾ, പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പറയാം. വ്യക്തിപരമായി മുഴങ്ങാൻ മടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. എന്തിനാ? നമ്മൾ ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത
ചില വിഷയങ്ങളുടെ മേൽ ആത്മാവിൽ പോരാടണം. അതിനാണ് പരിശുദ്ധാത്മാവ്. അതിനാണ് പരിശുദ്ധാത്മാവ്. ഈ രാവിലെ ആത്മാധികാരത്തിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ചില കെട്ടുകളെ അഴിക്കാൻ കഴിയും. നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത ചില മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുന്ന പ്രാർത്ഥനയും നിന്നെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവ് മറ്റെന്താ ചെയ്യുന്നത്? നമ്മളെ ഫലമുളവാക്കുവാൻ സഹായിക്കും. പ്രൊഡ്യൂസിങ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. എന്താ? ആത്മാവിന്റെ വരങ്ങളുമുണ്ട്, ആത്മാവിന്റെ ഫലങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന ആത്മാവിന്റെ വരങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. പ്രവചനം, ദർശനം, അന്യഭാഷ വരം, വ്യാഖ്യാന വരം, ഇങ്ങനെ രോഗശാന്തി വരം. പക്ഷെ ഈ വരങ്ങളൊക്കെ ഉള്ള ആളുകളിൽ പലപ്പോഴും എന്ത് കാണാറില്ല? ഫലം കാണാറില്ല. വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരവാരം, വിശ്വസ്തത, സൗമ്യത. സ്നേഹമുണ്ടോ? അന്യഭാഷ ഭയങ്കരമാണ്. അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ ഏത് അറബിക്ക് കെട്ടും അഴിച്ചാൽ അത്രയ്ക്ക് ബാക്കിയാണ്. പക്ഷെ സ്നേഹം ഇല്ല. സന്തോഷം മുഖത്ത് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കത്തില്ല, അല്ലയോ? സന്തോഷം, ആത്മാവിന്റെ സന്തോഷ ഹൃദയത്തിലുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ആ മുഖത്തൊരു പ്രത്യാശയുണ്ട്. ചിലർക്ക് സമയം വന്നിരുന്നു കഴിഞ്ഞാൽ എന്തോ ലോട്ടറി ബിഗ് ടിക്കറ്റ് അവർക്കായിരുന്നു വരേണ്ടത്, നഷ്ടപ്പെട്ടത്. ഒരു സന്തോഷമില്ല. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതും അധിക സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകി. അപ്പൊ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുന്ന ആളുകളുടെ മുഖത്തൊരു സന്തോഷം വേണം, ജീവിതത്തിൽ ഒരു സന്തോഷം വേണം. അതുകൊണ്ട് അതാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്, രക്ഷയുടെ സന്തോഷം. സന്തോഷമുണ്ടോ? ഇന്ന് വഴിക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ സന്തോഷം അടങ്ങി വരണം. സ്നേഹം, സന്തോഷം, സമാധാനം. ഇന്ന് സമാധാനമില്ലാത്ത ഒറ്റ കൂട്ടല് നമ്മളാ. സ്വന്തം എവിടോ പൊട്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ, യോഗത്തിനൊന്നും ആളില്ല. സമാധാനപ്രിയരാണ് നമ്മുടെ ഇടയ്ക്ക്. ഇപ്പം വഴക്കും കലഹവും കയ്യടി കേസും ഒക്കെ. സമാധാനം ഇങ്ങനെ സമാധാനം ആചരിക്കാമെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്തെന്താണ്? ക്ഷമ, അല്ലേ? അതുള്ളവർക്കായി സ്തോത്രം. ക്ഷമ. മറ്റൊരു സമയം പണ്ടൊക്കെ സഭായോഗത്തിനൊക്കെ കാത്തിരിപ്പ് യോഗത്തിനൊക്കെ കർത്തൃമേശയ്ക്ക് മുമ്പ് സാക്ഷ്യത്തിന് സമയം കൊടുക്കും. എന്തിനാ? കർത്തൃമേശ നടത്തുമ്പോൾ അതിന് മുമ്പായിരുന്നു സാക്ഷ്യം പറയേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ബന്ധപ്പെട്ട ശൈലി. അതിനെന്തിനാ അങ്ങനെ സിസ്റ്റം വെച്ചെന്ന് ചോദിച്ചാൽ, സാക്ഷ്യത്തിന് എഴുന്നേറ്റ് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ. ഇപ്പം നമ്മളങ്ങ് മാറ്റി, എനിക്ക് ആരോടൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെച്ചാലേ പരിപാടി തീർന്നു. ദീർഘക്ഷമ. അടുത്തെന്താണ്? ദയ. ദയ. ദൈവത്തിന് സങ്കീർത്തനത്തിൽ ഒരു ഭാഗമുണ്ട്. ഞാൻ ഒരിക്കലും ആ സങ്കീർത്തന ഭാഗം വായിച്ചപ്പോഴ ദൈവം ന്യായാധിപനാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ ദയയുള്ള ദൈവവുമാണ്. ശ്രദ്ധിക്കുന്നുണ്ടത്? ദൈവം ന്യായാധിപനാണ്. റൈച്ചസ്, നീതിയുള്ള ന്യായാധിപനാണ്. നീതിയുള്ള ന്യായാധിപൻ നമ്മളെ ഒന്ന് തൂക്കി നോക്കി ന്യായം വിധിച്ചാൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, ശിക്ഷയാണ് കിട്ടേണ്ടത്. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നിനക്കൊരു ദയയുണ്ട്. നമ്മുടെ ആളുകൾക്ക് അതില്ല. സ്തോത്രം. ഒരു ദയയുണ്ടോ? അന്യോന്യം
വിശ്വസ്തത, അടുത്തത് സൗമ്യത, ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോൾ. ഇതെല്ലാം ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റാണ്. ഒരു പക്ഷിക്ക് 2 ചിറകുകളുള്ളതുപോലെ ഒരു ദൈവപൈതലിന് ആത്മഫലങ്ങളും ആത്മവരങ്ങളുമുണ്ട്. ഇന്ന് രാവിലെ ആ വരങ്ങളും ഫലങ്ങളും നമ്മളിൽ നിറയണം. ഫ്രൂട്ട്സ് ആൻഡ് ഗിഫ്റ്റ്സ്, അത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിശാച് പ്രവർത്തിക്കുന്ന 2 മേഖലയാണ് റിലേഷനും റിവലേഷനും. വെളിപ്പാടും ബന്ധങ്ങളും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞ് വെളിപ്പാടും ബന്ധങ്ങളും. അല്ലേ ചെറിയൊരു ഉറക്കം പോയി. വെളിപ്പാടും ബന്ധങ്ങൾ. ഏതെന്തവട്ടത്തിൽ പിശാച് എന്ന് ഹവ്വയോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? വാസ്തവമായി ദൈവം നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ? വെളിപ്പാടിനെ കൺഫ്യൂസ് ചെയ്യുക. വാസ്തവമായി വെളിപ്പാട്. ഇന്ന് ധാരാളം ദുരുപദേശങ്ങളുണ്ട്, ധാരാളം പ്രസംഗങ്ങളുണ്ട്. എല്ലാ പ്രസംഗങ്ങളും എന്തെല്ലാം ശരിയായ വെളിപ്പാടിലല്ല. വെളിപ്പാടിനെ കോട്ടിക്കളയുന്ന ഒരു വലിയ പ്രതിസന്ധി. രണ്ടാമത്തെ കാര്യം, ഹവ്വയോട് സാത്താൻ പറഞ്ഞ എന്താ? നീ ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിനാണ് ദൈവത്തെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുക. ഈ 2 മോഡ് പിശാച് ഇന്നും സഭയാകുന്ന തോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് ദർശനത്തിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ അന്യോന്യം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, അന്യോന്യം എന്ത് ചെയ്യുക? വിഘടനങ്ങൾ ഉണ്ടാക്കുക. ദൈവസഭ ഒന്നിച്ചു നിന്നാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ അക്കൗണ്ട് എടുത്ത പ്രസിഡന്റാണല്ലോ. ദൈവമക്കളെ ഒക്കെ ഒരുമിച്ചൊക്കെ കൊണ്ടുവരാൻ കഴിയും. പക്ഷെ ഈ പാസ്റ്റർമാരെ ഒന്നിച്ചൊന്നും കൊണ്ടുവരാൻ വലിയ പാടാണ്. ഞാനതൊരു ദിവസം കപ്പലിൽ വരെ കയറ്റി. ഒരു കപ്പല്, ഒരു ക്രൂസ് എടുത്ത് വൈകിട്ട് 7 മണിക്ക് ഇവരെല്ലാം കുറച്ച് പേരെ ഇതിനകത്ത് കയറ്റി ഒരു ശാപ്പാടൊക്കെ അതിനകത്ത് വെച്ച്, കാരണം ഇനി വെള്ളത്തിൽ ചാടി പോകത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇറക്കിയാവില്ല. കുറച്ച് പേരെ കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ഫാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് അവധവിയിൽ നടത്തി. കപ്പലിനകത്ത് ഞങ്ങൾ വൈകിട്ട് പോയി. സ്തോത്രം. ഈ അഭിഷേകമുള്ളവർ, ദർശനമുള്ളവർ ഒരുമിച്ച് നിന്നാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദൈവമക്കൾ ഒരുമിച്ച്. എവിടെയാ പരിശുദ്ധാത്മാവ് വന്നത്? നമ്മൾ എപ്പോഴും പറയും പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. അവിടെ ഒരു പദമുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത്. They all came in oneness. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മുടെ മധ്യേ വരണമെങ്കിൽ കുടുംബത്തിനകത്ത് നമ്മളിൽ ഒരു ഒന്നിപ്പുണ്ടാകണം. വണ്ണസ്. ഈ റെവലേഷനെ ഇല്ലാതാക്കുന്ന, റിലേഷൻസിനെ ഇല്ലാതാക്കുന്ന ഈ പിശാചിന്റെ തന്ത്രത്തെ ജയിക്കാനാണ് ഇന്ന് രാവിലെ നമ്മുടെ മേൽ അഭിഷേകം പകരുന്നത്. ദൈവസഭയ്ക്കകത്ത് വിഘടനങ്ങൾ ഉണ്ടാക്കുന്ന, ദൈവസഭയ്ക്കകത്ത് ഐക്യതയെ കെടുത്തുന്ന, കുടുംബത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ആദാന ശക്തിയെ ജയിക്കാൻ ഇന്ന് രാവിലെ ഒരു ദൈവകൃപയുടെ പാരണമാണ്. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം അധ്യായം 25 മുതലുള്ള 4-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ് നാം കാണുന്നത്. എഫെസ്യ ലേഖനം 4:25 മുതൽ. ആകയാൽ ഈ മുകളിലത്തെ വാക്യം പറയാ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. ഇങ്ങനെ പോയാൽ മതിയോ? നിങ്ങളെല്ലാം ഓക്കെ അല്ലയോ? അതോ ഞാനിപ്പോൾ ചാവും നിങ്ങളെ കൊണ്ടുവരും പറഞ്ഞേക്കണോ? ഈ പരുവത്തിൽ നിന്നായ
അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോഷ്ക്ക് പറയരുത്. സ്തോത്രം. ഫോഷ്ക്ക് സംസാരിക്കുക. ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ വാക്ക് ഉവ്വെന്നും ഇല്ല ഇല്ല എന്നും ആകട്ടെ. അന്യഭാഷയിൽ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ദൈവമക്കളായ നമ്മൾക്ക് ഇന്ന് രാവിലെ ഒരു റെസല്യൂഷൻ ഉണ്ടാകണം. സ്പിരിച്വൽ റെസല്യൂഷൻ. ഇന്ന് മുതൽ ഞാൻ ഫോഷ്ക്ക് സംസാരിക്കില്ല. യഹോവയെ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. ഹൃദയത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് നാവിനകത്തുകൂടെ പറയുന്നതാണ് നിഷ്കളങ്കതയുടെ വർത്തമാനം. ഞാൻ വേഗത്തിലായി പോകുന്നത്. അനന്യാസും സഫീറയും അവർ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായിരുന്നു അവരുടെ വ്യാജം? ഹൃദയത്തിൽ അവർ മറച്ചു വെച്ചു, നാവിൽ പറഞ്ഞു ഇത്രക്കേ ഉള്ളൂ ഞങ്ങൾ വിറ്റത്. പക്ഷെ ഹൃദയത്തിൽ അവർ അതല്ല വിറ്റത് എന്നവർക്കറിയാം. പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. പത്രോസ് ചോദിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, എപ്പോഴും അടിയാണ്, ഏതൊരു കാര്യത്തിന് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്തില്ല, ഒക്കത്തില്ല. പക്ഷെ ഈ കാര്യത്തിന് നിങ്ങൾ തമ്മിൽ ഒത്തു. ഓ ഹല്ലേലൂയ. ഇതാണ് ദൂതെന്ന് പറയുന്നത്. ആമേൻ. പല കാര്യങ്ങളിലും ഒക്കത്തില്ല, പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നതിൽ അവർ ഒത്തു. ഇന്ന് രാവിലെ കർത്താവേ, ഫോഷ്ക്ക് സംസാരിക്കുന്ന, അന്യോന്യം കപടം സംസാരിക്കുന്ന ആ നിലയിൽ നിന്ന് എനിക്കൊരു ജയം തരണമെന്ന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യെശയ്യാവിന്റെ നാവിൽ ഒരു ദൂതൻ കൊടിലുമായി തീക്കനല് ഒരു ഫയർ കോൾ തൊട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ നീ നാവെടുക്കുക, ഇപ്പോൾ നീ ശുദ്ധിയുള്ള മനുഷ്യനാകുന്നു. അശുദ്ധിയുള്ള നാവിനെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തില് നാവിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു പകലാകട്ടെ. നാവിന്റെ അശുദ്ധി നീക്കുന്ന ഒരു പകലായി മാറട്ടെ. അശുദ്ധിയുടെ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്ന പകലാകട്ടെ. ഏദനിൽ പാമ്പ് പറഞ്ഞ ആ ശബ്ദം, പാമ്പിന്റെ നാവ് ഇരട്ട നാവാ. ട്വിസ്റ്റഡ് ടങ്. ചിലർക്ക് ട്വിസ്റ്റിംഗ് ടങ്ങുകളുണ്ട്. ഇരട്ട നാവ്. രണ്ട് വർത്തമാനം പറയും, രണ്ട് വർത്തമാനക്കാരുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ആ നാവ് എന്തായി മാറി? പിളർന്നിരിക്കുന്ന നാവായി മാറി. ഏദൻ തോട്ടത്തിൽ പാമ്പിന്റെ നാവ് കൊണ്ട് വഞ്ചിച്ചെങ്കിൽ പെന്തക്കോസ്തിന്റെ ശക്തി പകർന്നപ്പോൾ സഭയാ തോട്ടത്തിൽ ആ നാവിനകത്ത് തീജ്വാലയായി മാറി. ഓ, സഭയ്ക്കകത്ത് ദുർവർത്തമാനങ്ങളെ ശാസിക്കട്ടെ. സഭയ്ക്കകത്ത് കപടവാക്യങ്ങൾ ശാസിക്കപ്പെടട്ടെ. സഭയ്ക്കകത്ത് ഇരട്ട നാൾക്കുകൾ, ഇരട്ട അഭിപ്രായങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന് ചേരാത്ത നാവുകൾ പോസിറ്റ് സംസാരിക്കുന്ന ആത്മാവ് ശാസിക്കപ്പെടട്ടെ. ആ തീ ഇന്ന് മുതലുള്ള കത്തട്ടെ. ആ തീ ഇന്ന് മുതലുള്ള കത്തട്ടെ. നമ്മുടെ നാവിനകത്ത് യേശുവിന്റെ നാമത്തിൽ
ഓർത്തിരിക്കുന്നത് ഞങ്ങളുടെ നാവ് ഞങ്ങൾക്ക് തുണ, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും. അത് പൈശാചിക സ്വഭാവമാണ്. എഫ്രൈമിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മറിച്ചിടാത്ത ദോശയാണ്. രണ്ട് സ്വഭാവങ്ങൾ കാണിക്കുന്ന സ്പിരിച്വലും സേക്രട്ടും സെക്കുലറും ഉള്ളതല്ല ആത്മീയ ജീവിതം. രണ്ട് സ്വഭാവങ്ങൾ കാണിക്കുന്ന മറിച്ചിടാത്ത ദോശ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഒരു തീ ഇറങ്ങി മൊത്തത്തിൽ ദഹിപ്പിക്കുന്ന മറിച്ചിടാത്ത ദോശ കരിഞ്ഞു പോകും കേട്ടോ. മറിച്ചിടാത്ത ദോശ ദുർഗന്ധം വമിക്കും. മറിച്ചിടാത്ത ദോശ രുചികരമല്ല. മറിച്ചിടാത്ത ദോശ ഗാർബേജിലേക്ക് തള്ളിയിടത്തേ ഉള്ളൂ. എന്നാൽ ഭക്ഷണം പാചകം ചെയ്യുന്ന അമ്മയ്ക്കറിയാം അതിനെ മറിച്ചിട്ടാണ് അത് ശ്രേഷ്ഠമാക്കുന്നത്. ഇന്ന് രാവിലെ എത്രമേ കപടമുള്ള അതരങ്ങളും ട്വിസ്റ്റിംഗ് മൈൻഡുകളും വാക്കുകളും യേശുവിന്റെ നാമത്തിൽ ജയിച്ച് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനോട് അലയം ചെയ്യാൻ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നമുക്ക് കഴിയുന്നെങ്കിൽ ഇന്ന് രാവിലെ ഒരു വലിയ വിടുതൽ ഇന്ന് രാവിലെ ആരംഭിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവനെ വന്നാൽ none in the world can do more damage than the slanderous gossip. ആമേൻ. ദുഷ്ട അപവാദ വർത്തമാനം പറയുന്ന ആ വ്യക്തിയേക്കാൾ ലോകത്തിന് മറ്റുള്ളവർക്ക് അവൻ ഡാമേജ് വരുത്താൻ മറ്റൊന്നിനും കഴിയത്തില്ല. നമ്മുടെ നാവ് മറ്റൊരാളുടെ കുറ്റം കണ്ടുപിടിച്ച് പരത്താനുള്ളതല്ല, ഒരാളെ വിധിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവുള്ള ദൈവമക്കളുടെ നാവ് ആമേൻ വിമർശനങ്ങൾ പറഞ്ഞു വരുത്താൻ, കുറ്റം പറഞ്ഞു വരുത്താൻ ഉള്ളതല്ല. ഇന്ന് രാവിലെ അതിനകത്തൊരു തീ വ്യാപരിക്കുന്നത്. അന്യോന്യം ഘോഷിച്ച് സംസാരിച്ച 4:25 വാക്യം. വേഗം പോകാം. നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിക്കുക. സ്ട്രൈഫ് അഗൈൻസ്റ്റ് വൺ അനദർ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താണ്? കോപമാണ്, കലഹമാണ്. സ്ട്രൈഫ് അഗൈൻസ്റ്റ് വൺ അനദർ. ഇത് പിശാചിന്റെ പദ്ധതിയാണ്. ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കണമെങ്കിൽ അന്യോന്യമുള്ള കലഹങ്ങൾ അവസാനിപ്പിക്കണം. സ്ട്രൈഫ് അഗൈൻസ്റ്റ് വൺ അനദർ. രാവിലെ കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്കുള്ള പിണക്കവും കലഹവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അതിനെ ഞാൻ ഏറ്റുപറയുന്നു. അടുത്ത ദിവസം ഞാൻ അതിന് പരിഹാരം വരുത്താം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അടുത്തത് കള്ളൻ ദശാംശം കൊടുക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കത്തില്ല. രണ്ട് കാര്യത്തിൽ കള്ളനാണ്. അടുത്തത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടും നാളിനായിട്ടുള്ള മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കയ്പും, കോപവും, ക്രോധവും, കൂറ്റാരവും, മത്സരമെടുത്തും ദൂഷണവും, സകല ദുർഗണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. അന്യോന്യം ക്ഷമിക്കണം. അന്യോന്യം ക്ഷമിക്കണം. നമ്മൾ പലതും ക്ഷമിക്കും, പക്ഷെ മറക്കത്തില്ല. വീട്ടിൽ ഭാര്യ
ഭാര്യ ഭർത്താവ് സഹോദരന്മാർ ചില കാര്യങ്ങളെല്ലാം മറന്നുപോകും. പക്ഷെ 10 വർഷത്തിന് മുമ്പുള്ള കാര്യം അന്യഭാഷ പറയുന്ന പ്രാർത്ഥിക്കുന്ന സഹോദരി 10 വർഷം കഴിയുമ്പോൾ പറയും, നിങ്ങളുടെ അന്നത്തെ കാര്യം ഞാൻ മറന്നിട്ടില്ല. മറക്കത്തില്ല. നമ്മുടെ സഹോദരന്മാർ ക്ഷമിക്കും, പക്ഷെ പലരോടും മറന്നിട്ടില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. ഇന്ന് രാവിലെ ഒരു ശുദ്ധീകരണത്തിന്റെ പകലാണ്, ഒരു ക്ഷമാപണത്തിലേക്ക് മടങ്ങി, ഒരു ഏറ്റുപറച്ചിലേക്ക് മടങ്ങി. കയ്പായിരിക്കരുത്, കയ്പായിരിക്കരുത്. അത് പരിശുദ്ധാത്മാവിന്റെ വരമല്ല, ഫലമല്ല. കയ്പുള്ള മരം നമ്മുടെ നാട്ടിലുണ്ട്. കയ്പ മരം, കാഞ്ഞിരം മരം, ഇല കയ്പാണ്, അതിൻ്റെ കുരു കയ്പാണ്, അതിൻ്റെ കമ്പുകളെല്ലാം കയ്പാണ്. ആ കയ്പുള്ള മരം ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലെന്ന് അർത്ഥം. ഇത് മീഠയാണ്, ഇത് മധുരമാണ്, ഇത് സൗമ്യതയാണ്, ഇത് സന്തോഷമാണ്, ഇത് അന്യോന്യമുള്ളതായ അംഗീകാരമാണ്, അന്യോന്യമുള്ളതായ സ്നേഹത്തിന്റെ കൈമാറലാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കർത്താവേ, എന്നെ അവിടുത്തെ ആ ഫർണേസിനകത്ത് എന്നെ സമർപ്പിക്കുമെന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 4-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ട് 5-ാം അധ്യായത്തിലോ 6-ാം അധ്യായത്തിലോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നിൽക്കുന്ന ആളുകളോട് പറയുന്നു. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒടുവിൽ കർത്താവിലും അവരമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. എന്തിനാ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരുന്നെങ്കിലേ നിങ്ങൾക്ക് പിശാചിനെ ജയിക്കാൻ പറ്റും. അവൻ വെറുതെ പോകത്തില്ല, ആട്ടിയാൽ പോകത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവായിട്ട് അലയം ചെയ്യണം. വളരെ പ്രധാനമായ ഒരു ഭാഗം കൂടെ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെശയ്യാപ്രവചനം 63-ാം അധ്യായം 10-ാമത്തെ വാക്യം. യെശയ്യാവ് 63-ന്റെ എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഈ വാക്യം വളരെ സ്പെസിഫിക്കാണ്. എന്നാൽ അവർ മത്സരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി തീർന്നു. ഓ, ഇസ്രായേലിനെ കുറിച്ച് യെശയ്യാപ്രവാചകൻ കണ്ടിട്ട് പറയുക, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ദൈവം, ഇസ്രായേലിന് വേണ്ടി സംസാരിക്കേണ്ട ദൈവം, ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം, ദൈവം തന്നെ അവർക്ക് ശത്രുവായി. എന്താ കാര്യം? അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. സ്തോത്രം. മറ്റു ഭാഗങ്ങളെല്ലാം വിട്ടേക്കുക. ഈ വാക്യത്തിലേക്ക് ഇനി മടങ്ങി വരാം. നമ്മൾ ദൈവത്തെ മുഷിപ്പിക്കാറുണ്ടോ? ദൈവത്തെ മടുപ്പിക്കാറുണ്ടോ? ദൈവം അവർക്ക് അതെല്ലാം കൊടുത്തിട്ട് ദൈവം അവരെ കുറിച്ച് ദുഃഖിച്ചു. ദൈവം പറഞ്ഞു, ഈ മന്നയും കാടപ്പക്ഷിയും ഈ പാറയിലെ വെള്ളവും ഈ മരുഭൂമിയിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒക്കെ ഞാൻ കൊടുത്തു. പക്ഷേ അതവർക്ക് കൊടുക്കാതിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവർ എന്നെ ആഗ്രഹിച്ചേനെ. ഇതെല്ലാം അവർക്ക് ലഭിച്ചിട്ടും ദൈവത്തെ അവർ മുഷിപ്പിച്ചു. അവർ ദൈവത്തെ വെറുത്തു. അങ്ങനെ
എങ്ങനെയാണ് ദൈവത്തെ അവർ വിഷമിപ്പിച്ചത്? അവർ ദൈവത്തോട് പിറുപിറുത്തു. ദൈവത്തോട് പിറുപിറുത്തു. ഇവർ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണ്. ഒന്നിലും സംതൃപ്തിയില്ലാത്ത നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. എത്ര അത്ഭുതങ്ങൾ ദൈവം ചെയ്തു, എത്ര നന്മകൾ ദൈവം ചെയ്തു, എത്ര അനുഗ്രഹങ്ങൾ ദൈവം ചെയ്തു. എന്നാൽ ഇന്നും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയമില്ല. ഇന്നും ദൈവസന്നിധിയിൽ കംപ്ലൈന്റ്, ഇന്നും ദൈവത്തോട് പരിഭവങ്ങളാ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം തന്ന ദൈവത്തിന്, ചെങ്കടൽ മാറ്റിയ ദൈവത്തിന് പാറയിൽ നിന്ന് വെള്ളം കൂടെ തരുവാൻ കഴിയുമോ? ദൈവത്തിന് ഇതുകൂടെ ചെയ്യാൻ കഴിയുമോ? ഇതുകൂടെ ചെയ്യാൻ കഴിയുമോ? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നലകളിൽ ദൈവം അത്ഭുതം ചെയ്തത് ഓർക്കുമ്പോൾ, ഇന്നലകളിൽ ദൈവം ചെയ്തത് ഇന്ന് രാവിലെ ഓർത്തിട്ട്, ഇന്ന് രാവിലെ അസംതൃപ്തിയുടെ ഹൃദയങ്ങളെല്ലാം മാറ്റിയിട്ട് പറ, എന്റെ കർത്താവ് എന്നെ മുഷിപ്പിച്ചിട്ടുള്ളത്. ഒരു മർമ്മറി പെറുപിറുക്കുക, പ്രശ്നങ്ങളുടെ നടുവിൽ പെറുപിറുക്കുക, പ്രതികൂലങ്ങളുടെ നടുവിൽ പെറുപിറുക്കുക. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആവത്തുള്ളൂ. റെബലിയസ് സ്പിരിറ്റ്, ഒരു അരഗൻസ്. ദൈവത്തിന് എന്താ ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. സെൽഫ് റൈച്ചസ്നസ്, സെൽഫ് സ്റ്റബർനെസ്. ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടാത്തതിന്റെ അതുകൊണ്ട് 63:10 പറയുന്നത് എന്താണ്? ദൈവം തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതുകൊണ്ട് ദൈവം തന്നെ അവർക്കെതിരെ യുദ്ധം ചെയ്തു. ഇവരാരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശത്രുവിനോട് യുദ്ധം ചെയ്യേണ്ടവരാ. ഇപ്പോൾ ദൈവം തന്നെ ഇവരോട് യുദ്ധം ചെയ്യുകയാണ്. അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പിറുപിറുപ്പുകൾ, അസംതൃപ്തികൾ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നുള്ള വചനം പോലെ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുള്ളതെല്ലാം ഇന്ന് രാവിലെ ഏറ്റുപറയാനുള്ള സമയമാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ വചനങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമ്മളോട് തന്നെ സംസാരിക്കാം. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വാഞ്ച ഉണ്ടാകണം, ഒരു വിശപ്പുണ്ടാകണം. പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കണം. ഈ നല്ല പ്രാവ് നമ്മെ വിട്ട് പോയിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുക, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന്, ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ടെന്നൊന്ന് ചിന്തിക്കുക. പക്ഷെ പ്രാവ് നാം ദുഃഖിപ്പിച്ചതിനാൽ, മുറിവേൽപ്പിച്ചതിനാൽ നമ്മളിൽ നിന്ന് എവിടെയോ പറന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പ്രാവ് മൗനമായി എവിടെയോ ഒതുങ്ങിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ ഞാനും വിശ്വാസിയാണ്, ഞാനും ദൈവവേദനാണെന്ന് ചിന്തിച്ച് മോഹിച്ചു നോക്കിയാണ് പോവുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ജീവിതം പോരാ. എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇസ്രായേൽ മുഷിപ്പിച്ചു. ദൈവത്തോട് അവർ മത്സരിച്ചു, ദൈവത്തോട് അവർ പിറുപിറുത്തു, ദൈവത്തെ അവർ ചോദ്യം ചെയ്തു, ദൈവത്തിൽ അവിശ്വസിച്ചു. ഈ രാവിലെ ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഈ വചനം വ്യക്തിപരമായി ഇടപെട്ടു എന്ന് തോന്നുന്നവർ ദൈവസന്നിധിയിൽ